ഇനി നമുക്ക് പൈത്തൺ വിർച്വൽ എൻവയോൺമെന്റ് പറഞ്ഞ സാധനം സെറ്റപ്പ് ചെയ്തെടുക്കണം. അതിനകത്താണ് നമ്മൾ ജാങ്കോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം പൈത്തൺ വിർച്വൽ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പൈത്തൺ ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആയോ എന്ന് നോക്കണം. അതിന് സ്റ്റാർട്ട് മെനുവിൽ പോവുക, cmd ടൈപ്പ് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. കമാൻഡ് പ്രോംപ്റ്റിൽ പൈത്തൺ -v ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റാൾ ആയ പൈത്തണിന്റെ വേർഷൻ ഇവിടെ കാണിക്കും. പൈത്തൺ 3.8.10 ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത്, അതുകൊണ്ട് അവിടെ പൈത്തൺ 3.8.10 എന്ന് കാണിക്കും. ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള എറർ കാണിക്കും. എങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ പോയി ഇൻസ്റ്റാളേഷൻ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് പൈത്തൺ ചെയ്യാനായിട്ട് ഒരു ഫോൾഡർ, യൂഷ്വലി ഡെസ്ക്ടോപ്പിലാണ്, ഈ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ന്യൂവിൽ പോയി ഫോൾഡർ വർക്ക്ഷോപ്പ് അത് ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതിന് ഈ അഡ്രസ് ബാറിൽ ചെന്നിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ടെർമിനൽ cmd വന്ന് cd എന്ന് ടൈപ്പ് ചെയ്യുക. കോപ്പി ചെയ്ത സാധനം Ctrl+V ലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇനി ഇവിടെ -m പിന്നെ നമുക്ക് വിർച്വൽ എൻവയോൺമെന്റിന് ഏതെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്ത് പേരാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ വിർച്വൽ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുന്നു, ജസ്റ്റ് റാൻഡം. ഇനി എന്ത് പേരാണെങ്കിലും കുഴപ്പമില്ല. അത് വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ കാണാം, ഇവിടെ ഒരു ഫോൾഡർ നമ്മൾ ഒന്നുമില്ലായിരുന്ന വർക്ക്ഷോപ്പ് ഫോൾഡറിൻ്റെ അകത്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയി, വിർച്വൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പോൾ പ്രോസസ്സിംഗ് നടക്കുകയാണ്. വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വിർച്വൽ എൻവയോൺമെന്റ് നമുക്ക് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യണം. ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ നമ്മളിവിടെ കൊടുത്തേക്കുന്ന പേര്, വിർച്വൽ എൻവ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന പേര് വിർച്വൽ എൻ /activate എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പം വിർച്വൽ എൻവയോൺമെന്റിൽ നമ്മൾ കയറിയിരിക്കുന്നു. വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വെറുതെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ആവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ഈ വിർച്വൽ എൻവയോൺമെന്റ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വിർച്വൽ എൻവയോൺമെന്റ് നമ്മളിവിടെ കൊടുത്തേക്കുന്ന വിർച്വൽ എൻവയോൺമെന്റിന്റെ പേര് ഇവിടെ കാണിക്കും. അത് ഡീആക്ടിവേറ്റ് ആകുമ്പോഴേക്കും അങ്ങനെ കാണിക്കുകയില്ല.